പ്രശ്നങ്ങൾ വരുമ്പോൾ ഒന്നിനു പുറകെ ഒന്നായി വരും. രോഗങ്ങൾ, ഒരു രോഗം കഴിയുമ്പോൾ അടുത്തൊരു രോഗം, ഒരു പ്രയാസം മാറുമ്പോൾ അടുത്തൊരു പ്രയാസം. പ്രതിസന്ധികൾ ഓരോന്നോരോന്നായിട്ട് മാറി മാറി വരുന്ന ഒരു ജീവിതത്തിൽ ഈ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനൊരു മറുപടിയുണ്ട്. സങ്കീർത്തനം 118:5. ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി. പ്രശ്നങ്ങൾ വന്ന്, രോഗങ്ങൾ വന്ന്, പ്രതികൂലങ്ങൾ വന്ന്, ദാരിദ്ര്യം വന്ന്, ഇല്ലായ്മകൾ വന്ന്, നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നടക്കാതെ നമ്മൾ ഞെരുങ്ങിയ അവസ്ഥയിലാണെങ്കിൽ നമ്മൾ യഹോവയെ വിളിച്ചാൽ, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം കടന്നു വരികയും നമ്മൾ ആ പ്രശ്നങ്ങളുടെ ആ ഞെരുക്കത്തിൽ നിന്ന് നമ്മളെ വിശാല സ്ഥലത്തേക്ക് കൊണ്ടുപോകുവാനും ദൈവത്തിന് കഴിയും. അതിൽ വിശ്വസിക്കുക. നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു പാട്ടാണ് സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. അതിലെ വരികൾ എത്ര അർത്ഥവത്തായ വരികളാണ്. അന്ത്യത്തോളം ചിറകടിയിൽ അവർ കാത്തിടും ധരയിൽ, ആപത്തിലും രോഗത്തിലും അവരാണ് എനിക്ക് അഭയം. ഇങ്ങനെ പറയാൻ നമുക്ക് പറ്റണം. ഏത് രോഗം വന്നോട്ടെ, ഏത് പ്രതിസന്ധി വന്നോട്ടെ, നമ്മുടെ പടകിൽ പ്രശ്നങ്ങൾ വരും, പ്രതികൂലങ്ങൾ മാറി മാറി വരും. എങ്കിലും എപ്പോഴും എനിക്ക് അഭയം എൻ്റെ ദൈവമാണ്. എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല, അല്ലേ? വിശ്വാസത്തോടെ. അന്ത്യത്തോളം ചിറകടിയിൽ അവർ കാത്തിടും ധരയിൽ, അന്ത്യത്തോളം ചിറകടിയിൽ അവർ കാത്തിടും ധരയിൽ, ആപത്തിലും രോഗത്തിലും, ആപത്തിലും രോഗത്തിലും അവരാണെനിക്കഭയം, യേശുവാണെനിക്കഭയം. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. നമ്മുടെ കണ്ണുനീരിൻ്റെ വേളയിൽ നമ്മളൊരു പക്ഷെ കരഞ്ഞ് നിലവിളിക്കുന്ന സമയത്തൊക്കെ കൈവിടാത്ത ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഈ ദൈവം നമ്മുടെ പടകിലുണ്ടെങ്കിൽ എന്ത് പ്രയാസം വന്നിരുന്നാലും ദൈവം അറിയാതെ നമ്മുടെ പടക് മുങ്ങുകയില്ല. ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ ദൈവം കടന്നു വരും, നമ്മളെ വിടുവിക്കും, നമ്മളെ വിശാല സ്ഥലത്താക്കും. ഗോഡ് ബ്ലെസ് യു.